കൈക്കൂലി വാങ്ങിയ കൊച്ചി കോർപ്പറേഷൻ പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പിടിയിൽ. റവന്യൂ വിഭാഗം ക്ലാർക്ക് പ്രകാശനാണ് വിജിലൻസിന്റെ പിടിയിലായത്. ലോഡ്ജ് ഉടമയിൽ നിന്നായിരുന്നു 25,000 രൂപ കൈക്കൂലി വാങ്ങിയത്. 5 ലക്ഷം രൂപയായിരുന്നു കെട്ടിടത്തിന്റെ അനുമതിക്കായി ഇയാൾ ആവശ്യപ്പെട്ടത്. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചി കോർപ്പറേഷൻ പള്ളുരുത്തി സോണൽ ഓഫീസിലെ ജീവനക്കാരനാണ് കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസിന്റെ പിടിയിലായത്. 25,000 രൂപ കൈക്കൂലിയാണ് ഇയാൾ ഒരു കെട്ടിടം ഉടമയിൽ നിന്ന് വാങ്ങിയത്. ഈ പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഈ റവന്യൂ വിഭാഗം ക്ലർക്കായ പ്രകാശാണ് ഇന്ന് വിജിലൻസിന്റെ പിടിയിലായത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നു ഇയാളെ വിജിലൻസ് സംഘം വലയിലാക്കിയത്. ഒരു കെട്ടിടം ഉടമയിൽ നിന്ന് കെട്ടിടത്തിന്റെ മുകൾ നിലയ്ക്ക് അനുമതി വാങ്ങാനായി അതിനായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. 5 ലക്ഷം രൂപയോളമായിരുന്നു ഇയാൾ കൈക്കൂലി ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് അത് കെട്ടിടം ഉടമ സംസാരിച്ച് 2 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചു. അങ്ങനെ അതിന്റെ ആദ്യ ഗഡുവായി 25,000 രൂപ കൈമാറാനായി എത്തിയപ്പോഴാണ് ഈ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. ഈ കെട്ടിടം ഉടമ വിജിലൻസ് സംഘത്തെ വിവരം അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ റവന്യൂ വിഭാഗം ക്ലർക്ക് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ വിജിലൻസ് സംഘം ഒരുക്കിയ കെണിയിൽ ഈ ക്ലർക്ക് ഉദ്യോഗസ്ഥൻ പെടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ഈ പള്ളുരുത്തി സോണൽ ഓഫീസിന് മുന്നിൽ ഈ കൈക്കൂലി നൽകാനായി ഈ ഉടമയും വിജിലൻസ് സംഘവും എത്തിയത്. അങ്ങനെ ഇയാളെ പുറത്തേക്ക് വിളിച്ചു വരുത്തി. ഈ കൈക്കൂലി വാങ്ങി ഇയാൾ പാൻറ്റിന്റെ പോക്കറ്റിലായിരുന്നു ഈ പൈസ ഇട്ടിരുന്നത്. അങ്ങനെ വിജിലൻസ് സംഘം എത്തി ഈ പാൻ്റ് അടക്കം ഉരുവാങ്ങി ഇയാളെ കൊണ്ടൊരു കൈലി ഉടുപ്പിച്ചാണ് ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 ലക്ഷം രൂപ കൈക്കൂലിയാണ് ഈ കെട്ടിടം ഉടമയിൽ നിന്ന് ഇയാൾ ആവശ്യപ്പെട്ടത്. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ രോഷത്തിൽ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ആവശ്യപ്പെട്ട 5 ലക്ഷം 2 ലക്ഷം രൂപയായി കുറച്ച് അതിൻ്റെ ആദ്യ ഗഡുവായ 25,000 രൂപ നൽകാനെത്തിയപ്പോഴായിരുന്നു ഈ റവന്യൂ വിഭാഗം ക്ലർക്കായ ഈ പ്രകാശ് പിടിയിലായത്. ഇപ്പോൾ വിജിലൻസിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകാതെ ഇത് പൂർത്തിയാക്കിക്കൊണ്ട് ഇയാളെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.